കുറച്ച് കഴിഞ്ഞ് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അലമാരയുണ്ട്. അദ്ദേഹം മാത്രം തുറക്കുന്ന പുസ്തകങ്ങൾ വെച്ച അലമാര. അതിലുള്ള പുസ്തകങ്ങളൊക്കെ മക്കൾ വലിച്ചിട്ടുണ്ട്. അയാൾക്ക് ദേഷ്യം ഇങ്ങനെ അരിച്ച് കയറാൻ തുടങ്ങി. ഇത് തുടരുതെന്ന് പലപ്പോഴും പറഞ്ഞതാണ്. അതൊക്കെ വലിച്ച് പുസ്തകങ്ങളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. കുളിമുറിയിൽ നിന്നിങ്ങനെ വെള്ളം ഇറ്റി വീഴുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ കുളിമുറിക്കകത്തേക്ക് കയറി ചെന്നു. ഒരാൾ അയാളുടെ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരികയാണ്. സമയം വൈകുന്നേരം 6:45 ആയിട്ടുണ്ടാവും. പതിവ് പോലെ അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന സമയമാണ്. ഒരല്പം വൈകിയിട്ടുണ്ട്, എന്നിരുന്നാലും വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയ സമയത്ത് 3 മക്കളും മുറ്റത്തും റോട്ടിലൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ അവരോടൊന്ന് കുശലം പറഞ്ഞിട്ട്, പിന്നെ സാധാരണ അങ്ങനെ ഒരു പതിവില്ല അവിടെ ആ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു മക്കൾ ആ സമയത്ത് വീട്ടിലകത്ത് കയറാതെ പുറത്തിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് അകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ മക്കൾ രണ്ടുപേരും ഇങ്ങനെ മണ്ണിൽ കുളിച്ച് നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ വേഗം അകത്തേക്കാണ് കയറി ചെന്നു. അപ്പോൾ അകത്ത് ഒരാളുണ്ട്, വേറൊരാളുണ്ട്, 3ാമത്തെ മകൻ. അവൻ യൂണിഫോമിൽ തന്നെ, അവൻ മാറ്റിയിട്ടൊന്നുമില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മറ തന്നെ സ്കൂൾ ബാഗൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അയാൾ കുറച്ചുകൂടി ഞാൻ ചെല്ലുമ്പോൾ അയാൾ ഇരിക്കുന്ന ചാരുകസേരയിൽ ഭക്ഷണപാത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, ഉമ്മറ വാതിൽ അതിൻ്റെ ആ വാതിൽ അവിടെ തുറന്നിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് വാതിലൊക്കെ തുറന്നിട്ട് അതിൻ്റെ പുറമെ ജനലും തുറന്നിട്ടിട്ടുണ്ട്. വൈകുന്നേരമാണ്, കൊതുക് നന്നായിട്ട് അകത്തേക്ക് കയറും. ഇവളിത് എവിടെ പോയി? ഭാര്യയെക്കുറിച്ചൊരു ചെറിയൊരു ആശങ്ക മനസ്സിൽ വന്നു. എന്നാലും അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വാതിൽക്കൽ തന്നെ കുട്ടികൾ സോക്സ് ഊരിയിട്ടിട്ട് അലക്ഷ്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. സ്വീകരണ മുറിയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആ ടേബിളിൽ റീഡിങ് ലാമ്പ് ഉണ്ടാവുമല്ലോ, അതങ്ങനെ വീണ് കിടക്കുന്നുണ്ട് ഒരു സൈഡിൽ. കുറച്ചങ്ങനെ കയറി ചെല്ലുമ്പോൾ കുറേ പുസ്തകങ്ങളൊക്കെ ഗുസ്തി പിടിച്ച് പിടിയും വലിയും കൂടിയിട്ട് വലിച്ചിട്ട് അലക്ഷ്യമായിട്ട് പിഞ്ഞി പറഞ്ഞിട്ടിട്ട് അതവിടെ കിടക്കുന്നുണ്ട്. മൊത്തത്തിൽ അവിടെ ഒരു ഗുസ്തി നടന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് വന്നപ്പോൾ അടുത്ത മുറിയിൽ എന്തോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. TV ഓണാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസയും ആകാംക്ഷയും എന്നിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഈ കോലത്തിലൊക്കെ ഇവിടെ ആക്കിയിട്ടുള്ള അവിടെ വീട്ടിൻ്റെ അകത്ത് TV കൊണ്ടിരിക്കുകയാണ് ഈ നേരത്ത് എന്ന് മനസ്സിൽ വിചാരിച്ചു. ഞാനിങ്ങനെ ഈ കൊലത്തിലൊക്കെ ഈ സമയത്ത് സാധാരണഗതിയിൽ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അവൾ വരാറുണ്ട്. ഇന്ന് വന്നിട്ടില്ല, അവിടെ TV കണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ മനസ്സോടുകൂടി അകത്തേക്ക് കയറി ചെല്ലുമ്പം അവിടെ അല്ല, TV കാണുന്നിടത്ത് ആളില്ല. അപ്പോൾ പിന്നെ അടുക്കളയിലുണ്ടായിരിക്കാം. അടുത്തൊരു പ്രതീക്ഷ അടുക്കളയാണ്. അടുക്കളയിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ മേശപ്പുറത്ത് നിറയെ കഴിച്ചു വെച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ പലതും ഇവിടെയൊക്കെ അലക്ഷ്യമായിട്ട് അവിടെയും കിടക്കുന്നുണ്ട്. നിറയെ പാത്രങ്ങൾ, സിങ്കിൽ നിറച്ച് പാത്രങ്ങളാണ് കഴുകാൻ ബാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ആകെ ഒന്നുകൂടി പേടിച്ചു പോയി. എവിടെ പോയിട്ടിരിക്കും, എവിടെ പോയതാണ്? ഒന്ന് ഇങ്ങനെ മനസ്സിങ്ങനെ ആധിയോടുകൂടി ഇങ്ങനെ വീണ്ടും ഓരോ ഭാഗത്തേക്കും പെട്ടെന്ന് അയാൾക്ക് മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിലൊന്ന് കയറി പോകണം, അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്നു. അവിടെ കയറി ചെല്ലുമ്പോൾ കോണിപ്പടിയിലൊക്കെ നിറയെ മക്കളുടെ ഡ്രസ്സ് ഇങ്ങനെ പലതും അവിടെയും ഇവിടെയും വലിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അലമാരയുണ്ട്. അദ്ദേഹം മാത്രം തുറക്കുന്ന പുസ്തകങ്ങൾ വെച്ച അലമാര. അതിലുള്ള പുസ്തകങ്ങളൊക്കെ മക്കൾ വലിച്ചിട്ടുണ്ട്. അയാൾക്ക് ദേഷ്യം ഇങ്ങനെ അരിച്ച് കയറാൻ തുടങ്ങി. ഇത് തുടരുതെന്ന് പലപ്പോഴും പറഞ്ഞതാണ്. അതൊക്കെ വലിച്ച് പുസ്തകങ്ങളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. കുളിമുറിയിൽ നിന്നിങ്ങനെ വെള്ളം ഇറ്റി വീഴുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ കുളിമുറിക്കകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ നേരത്തെ എപ്പോഴോ തുറന്നിട്ട് പോയതാണ്. വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോപ്പൊക്കെ നിലത്ത് കിടന്ന് ആ വെള്ളത്തിൽ കലിഞ്ഞ് അലിഞ്ഞില്ലാതെ അദ്ദേഹത്തെ എടുത്തിട്ട് ആ ട്രെയിലേക്ക് തന്നെ തിരിച്ചു വെച്ചു. പൈപ്പ് ശരിക്കൊന്ന് പൂട്ടി. കണ്ണാടിയിൽ അവിടെ ഇങ്ങനെ ടൂത്ത് പേസ്റ്റൊക്കെ കണ്ണാടിയിലൊക്കെ കുറേ അങ്ങോട്ടായിട്ടുണ്ട്. കുറേ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ബ്രഷ് താഴെ വീണ് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസയും അല്ലെങ്കിൽ ഈ ഒരു ഭയവും എന്താണ് ഒരു കവിത എവിടെ പോയി എന്നുള്ളതിൽ നിന്ന് ആകാംക്ഷ കൂടി അടുത്ത റൂമിലേക്കാണ് കയറി ചെല്ലുമ്പോൾ അവിടെ ഭാര്യയുണ്ട് നോവലും വായിച്ചിങ്ങനെ ഇരിക്കുന്നത്.
അപ്പോൾ എന്ത് പണിയാണ് ഈ ചെയ്യണമെന്ന് ചോദിച്ചത് അകത്തേക്ക് ചെല്ലുമ്പോൾ അവള് പുഞ്ചിരിയോടുകൂടി എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ വന്നോ, എന്തൊക്കെ ജോലി സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ? അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട്, ഇതെന്താണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞു, പിന്നെ നിങ്ങളെല്ലാ ദിവസവും എന്നോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എനിക്കിവിടെ എന്ത് മലമറിക്കണ പണിയുള്ളത്? ഇന്ന് രാവിലെ മുതൽ ഞാനൊന്നും ചെയ്തില്ല, ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എനിക്ക് എന്ത് പണിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് ഞാനൊന്നും ചെയ്യാതിരുന്നത്. ഇത് കേട്ടപ്പം അത് കേട്ട ഭർത്താവ് ഒരു നിമിഷം ഇങ്ങനെ സ്തബ്ധനായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് പോയി. ഇതാണ് ഇന്നത്തെ കഥ. അപ്പോൾ ഈ ഒരു കഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞായറാഴ്ച ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി ഒഴിവാണ്, അവധിയാണ്. പക്ഷേ ഞങ്ങൾ സ്ത്രീകൾക്ക് അവധിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് കുറച്ചുകൂടി സന്തോഷം ഉണ്ടാവുന്ന ഒരു കഥ കൂടി ആയതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി കഥയുടെ അവിടെ പുരുഷന്മാർക്കും ഗ്രഹനാഥന്മാർക്കും ചിലതൊക്കെ പറയാനുണ്ടാവും അല്ലേ? അവരിങ്ങനെയൊക്കെ പറയാനുള്ളൊരു കാരണം അല്ലേ? ഒരു കാരണം ഉണ്ടാവുമല്ലോ. പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്നൊരു ശൈലിയാണത്. എന്നാൽ അതിൻ്റെ ഒരു ടോണ് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും അല്ലേ? ഒരു ടോണിലേ മാറ്റം ഉണ്ടാവുള്ളൂ. ചിലർ ഭയങ്കര ആധികാരികമായിട്ട് പറയും, ചിലർ വളരെ സോഫ്റ്റായിട്ട് പറയും, ചിലവർ കുറച്ചുകൂടി എന്താ പറയുക പറയാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ അല്ല, അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ നമ്മൾ കമ്പയർ ചെയ്യായിരിക്കും. ചിലപ്പം അങ്ങനെ സംഭവിക്കും. ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാരവും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന ജോലി എന്താ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാതെ വരുമ്പോൾ എപ്പോഴും എൻ്റെ തന്നെ ആയിരിക്കും ഏറ്റവും പ്രയാസമുള്ളത് ഞാൻ വിചാരിച്ചു പോകും. ആ ഒരു തിരിച്ചറിവ് പരസ്പരം ഉണ്ടാവുക എന്ന് പറയുമ്പം ജോലിക്ക് ഏറ്റ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അടുക്കളയിലുള്ള ജോലിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് ഒരു പണിയെടുത്ത് വേർത്ത് ഒലിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈക്കോട്ട് കുത്തി അല്ലെങ്കിൽ കൂലിപ്പണിയെടുത്ത് പാറമടയിൽ ജോലിയെടുത്ത് തിരിച്ചു വരുന്നൊരു ഭർത്താവ് ചെയ്യുന്ന എഫേർട്ട്, അത്രയുള്ള എഫേർട്ട് ഒരു പക്ഷേ വീട്ടിൻ്റെ അകത്ത് ഉണ്ടായിക്കോണമെന്നല്ല, ആപേക്ഷികമാണ് അല്ലേ? ചിലപ്പോൾ ചില ആൾക്കാർക്ക് പുറത്ത് വളരെ സുഖകരമായ ജോലിയായിരിക്കും, വീടിനകത്ത് ഭാര്യമാർ അങ്ങേയറ്റം പ്രയാസപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് ഇതിൻ്റെയൊക്കെ ഒരു അന്തസത്തയുള്ളത്.